Radio Lime News Update. Brought to you by Joy Alucas, world's favorite jeweler. London നഗരത്തിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂം 1 and 2 Carlton Terrace, Green Street, London. നമസ്കാരം, ലൈം ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അരുൺ. സോഷ്യൽ മീഡിയ അടക്കം ഓൺലൈൻ ദുരുപയോഗവും വ്യാജ പ്രചാരണവും വലിയ കലാപങ്ങൾക്കും വിദ്വേഷങ്ങൾക്കും കാരണമാകാറുണ്ട്. ഈ സാഹചര്യത്തിൽ ഓൺലൈൻ വഴി പ്രചരിക്കുന്ന വ്യാജ വാർത്തകളും ദുരുദ്ദേശത്തോടെയുള്ള ഉള്ളടക്കങ്ങളും പെട്ടെന്ന് തിരിച്ചറിയാൻ സ്കൂൾ കുട്ടികളെ പ്രാപ്തരാക്കാൻ ബ്രിട്ടൻ ഒരുങ്ങുകയാണ്. ഇത് പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി ബ്രിജറ്റ് ഫിലിപ്സൺ പറഞ്ഞു. സൗത്ത്പോർട്ട് ആക്രമണത്തെ തുടർന്ന് രാജ്യത്തുടനീളം വ്യാജ വാർത്തകളും ഉള്ളടക്കവും മൂലം ക്രമസമാധാന പ്രശ്നങ്ങൾ ഉടലെടുത്ത പശ്ചാത്തലത്തിലാണ് തീരുമാനം. ഇംഗ്ലീഷ്, കമ്പ്യൂട്ടർ എന്നീ വിഷയങ്ങളുടെ ഭാഗമായി പ്രൈമറി, സെക്കൻഡറി ക്ലാസുകളിലെ കുട്ടികൾക്കാണ് പരിശീലനം നൽകുക. വിമർശനാത്മക ചിന്ത വളർത്തുന്ന തരത്തിലുള്ള പാഠ്യപദ്ധതി പരിഷ്കാരങ്ങളിലൂടെ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന തെറ്റായ വാർത്തകൾ, തീവ്ര ചിന്താഗതികൾ, ഗൂഢാലോചനാ സിദ്ധാന്തങ്ങൾ, മറ്റ് വിദ്വേഷ പ്രചരണങ്ങൾ എന്നിവ തിരിച്ചറിയാൻ കുട്ടികളെ പ്രാപ്തരാക്കുകയാണ് ലക്ഷ്യം. അടുത്ത വർഷം സെപ്റ്റംബറിൽ ആരംഭിക്കുന്ന അധ്യയന വർഷം മുതലാകും പരിഷ്കരണങ്ങൾ പ്രാബല്യത്തിൽ വരിക. ജൂലൈ 29 ഇംഗ്ലണ്ടിലെ സൗത്ത്പോർട്ടിൽ നൃത്തപരിപാടിക്കിടെ 3 പെൺകുട്ടികൾ കുത്തേറ്റ് മരിച്ചിരുന്നു. അക്രമി പിടിയിലായെങ്കിലും അയാൾ കുടിയേറ്റക്കാരനും മുസ്ലിമുമാണ് എന്ന വ്യാജ വാർത്ത സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ രാജ്യത്തുടനീളം കുടിയേറ്റക്കാർക്ക് നേരെ കലാപം പൊട്ടിപ്പുറപ്പെടുകയായിരുന്നു. തീവ്ര വലതുപക്ഷവാദികളാണ് പ്രചാരണങ്ങൾക്ക് പിന്നിലെന്നാണ് സർക്കാർ ചൂണ്ടിക്കാട്ടുന്നത്. ബ്രെക്സിറ്റിന് ശേഷം 2019-2023 കാലഘട്ടത്തിൽ ബ്രിട്ടനിൽ സ്വന്തം പൗരന്മാരെക്കാൾ തൊഴിലവസരങ്ങൾ ലഭിച്ചത് ഇന്ത്യക്കാർക്കും നൈജീരിയക്കാർക്കുമാണെന്ന് ഔദ്യോഗിക കണക്കുകൾ. വിവരാവകാശ നിയമപ്രകാരം HMRCയിൽ നിന്ന് ലഭിച്ച കണക്കുകൾ കാണിക്കുന്നത് ഇക്കാലയളവിൽ ഏറ്റവും അധികം തൊഴിൽ ലഭിച്ചത് ഇന്ത്യക്കാർക്കാണ് എന്നാണ്. 4,87,900 ഇന്ത്യക്കാർക്കാണ് ഇക്കാലയളവിൽ UK-യിൽ തൊഴിൽ ലഭിച്ചത്. 2,78,700 നൈജീരിയൻ പൗരന്മാർക്ക് ഇക്കാലയളവിൽ തൊഴിൽ ലഭിച്ചപ്പോൾ 2,57,000 ബ്രിട്ടീഷ് പൗരന്മാർക്കും തൊഴിൽ ലഭിച്ചു. മൊത്തത്തിൽ 1.481 മില്യൺ പുതിയ തൊഴിലവസരങ്ങളാണ് ഇക്കാലയളവിൽ ബ്രിട്ടനിൽ ഉണ്ടായത്. അതിൽ 1.465 മില്യൺ തൊഴിലുകൾ ലഭിച്ചത് ബ്രിട്ടന് പുറത്തുള്ള യൂറോപ്യൻ യൂണിയനിലെ അംഗങ്ങളല്ലാത്ത രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കാണ്. 2019 ഡിസംബറിനും 2023 ഡിസംബറിനും ഇടയിൽ UK പൗരന്മാർക്കും EU പൗരന്മാർക്കും കുറഞ്ഞത് 2,41,600 തൊഴിലവസരങ്ങളായിരുന്നു. HMRCയിൽ നിന്നും ഈ കണക്കുകൾ കരസ്ഥമാക്കിയ മുൻ മന്ത്രിയും ടോറി MP-യുമായ നീൽ ഓബ്രിയാൻ പറഞ്ഞത് ബ്രിട്ടന്റെ ബ്രെക്സിറ്റ് അനന്തര പുതിയ മൈഗ്രേഷൻ സിസ്റ്റം നിലവിൽ വന്നതിനു ശേഷം അസാധാരണമായ മാറ്റങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് എന്നാണ്. വലതുപക്ഷ തീവ്ര ആശയങ്ങളിലൂടെ അതിദേശീയത പ്രചരിപ്പിച്ച് കുടിയേറ്റക്കാർക്കെതിരെ ജനരോഷം ഉയർത്തിവിടാൻ ശ്രമിക്കുന്ന നേതാവിന്റെ മുഖംമൂടി അഴിഞ്ഞു വീഴുകയാണ്. ബ്രിട്ടനിലെ അതിതീവ്ര വലതുപക്ഷ നേതാവായ ടോമി റോബിൻസണിന് ഐറിഷ് പാസ്പോർട്ട് എങ്ങനെ ലഭിച്ചു എന്നത് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട ഐറിഷ് പാർലമെന്റ് അംഗങ്ങൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. സ്റ്റീഫൻ യാക്സി ലെനൻ എന്ന തന്റെ യഥാർത്ഥ പേരിലുള്ള ഐറിഷ് പാസ്പോർട്ട് ഉപയോഗിച്ചാണ് ടോമി ഇപ്പോൾ യൂറോപ്പിൽ യാത്ര ചെയ്യുന്നത്. കുടിയേറ്റത്തിനെതിരെ തീപ്പൊരി പ്രസംഗങ്ങൾ നടത്തുന്ന ഇയാളുടെ അമ്മ അയർലൻഡിൽ നിന്നും ബ്രിട്ടനിലേക്ക് കുടിയേറി പാർത്ത സ്ത്രീയാണ് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. അതുവഴിയാണ് ഇയാൾക്ക് അയർലൻഡ് പാസ്പോർട്ട് ലഭിച്ചതെന്ന് വിശ്വസിക്കുന്നു. ഏതായാലും ഈ പാസ്പോർട്ടിന്റെ സാധുതയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഇതിനോടകം തന്നെ ഉയർന്നിട്ടുമുണ്ട്. ജൂണിൽ കനേഡിയൻ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥൻ ഇയാളെ തടഞ്ഞു വെച്ചിരുന്നു. അന്ന് ജന്മസ്ഥലം അയർലൻഡ് ആണെന്നായിരുന്നു ഇദ്ദേഹം പറഞ്ഞത്. ഐറിഷ് പാസ്പോർട്ട് സംവിധാനത്തിന്റെ വിശ്വാസ്യതയെക്കുറിച്ച് വരുന്ന ഏതൊരു സംശയവും ഗൗരവകരമായി എടുക്കണമെന്നാണ് മുൻ നീതിന്യായ വകുപ്പ് മന്ത്രിയും നിലവിൽ ഐറിഷ് പാർലമെന്റിലെ വിദേശകാര്യ കമ്മിറ്റി ചെയർമാനുമായ ചാൾസ് ഫ്ലാക്നൻ പറഞ്ഞത്. ഐറിഷ് പൗരത്വം ലഭിക്കുന്നതിനും ഐറിഷ് പാസ്പോർട്ട് ലഭിക്കുന്നതിനും കൃത്യമായ നിബന്ധനകളുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അത് ലംഘിക്കുന്ന ഏതൊരു പ്രവൃത്തിയും അനുവദിക്കുന്നില്ലെന്നും എത്രയും പെട്ടെന്ന് അന്വേഷണം നടത്തി നടപടികൾ എടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ലണ്ടനിലെ ഒരു പ്രമുഖ ചൈനീസ് റെസ്റ്റോറന്റിന് കനത്ത പിഴയൊടുക്കി ഹോം ഡിപ്പാർട്ട്മെന്റ്. തുടർച്ചയായ 3 റെയ്ഡുകളിൽ റെസ്റ്റോറന്റ് കുടിയേറ്റ നിയമങ്ങൾ ലംഘിക്കുന്നതായും അനധികൃത തൊഴിലാളികളെ ജോലിയിൽ നിയമിച്ചതായും കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു ഇത്. ബേക്കർ സ്ട്രീറ്റിലെ റോയൽ ചൈന റെസ്റ്റോറന്റ് ഇമിഗ്രേഷൻ എൻഫോഴ്സ്മെന്റ് ചുമത്തിയത് 4,70,000 പൗണ്ട് പിഴയാണ്. 2018-നും ഈ വർഷത്തിനും ഇടയിലായിരുന്നു 3 റെയ്ഡുകൾ നടന്നത്. ജോലി ചെയ്യുന്നതിനുള്ള അവകാശം നൽകുന്ന വിസ ഇല്ലാത്തവരെയാണ് ഇവിടെ ജോലിക്ക് നിയമിച്ചിരിക്കുന്നത്. വെസ്റ്റ്മിൻസ്റ്ററിലെ ഏറ്റവും മോശപ്പെട്ട ലൈസൻസ് ഉള്ള സ്ഥാപനം എന്നാണ് സെൻട്രൽ ലണ്ടൻ ഇമിഗ്രേഷൻ ഓഫീസർ ഈ സ്ഥാപനത്തെക്കുറിച്ച് പറഞ്ഞത്. 3 റെയ്ഡുകളിലായി ചുരുങ്ങിയത് 20 ആളുകളെങ്കിലും ഇവിടെ അനധികൃതമായി ജോലി ചെയ്യുന്നതായി കണ്ടെത്തിയതായി പറയുന്നു. അവരിൽ ചിലർ പോലീസിനോട് പറഞ്ഞത് കുറഞ്ഞ വേതനത്തിന് കൂടുതൽ സമയം ജോലി ചെയ്യുന്നു എന്നാണ്. അതിൽ ഒരാഴ്ച ജോലി ചെയ്യുന്നത് 66 മണിക്കൂറാണ്. വേതനമാണെങ്കിൽ മണിക്കൂറിന് 6 പൗണ്ട് മാത്രവും. ബ്രിട്ടനിലെ മിനിമം വേതനം മണിക്കൂറിന് 11.44 പൗണ്ടാണ് എന്ന് ചിന്തിക്കണം. മിനിമം വേതനത്തെക്കാൾ കുറഞ്ഞ വേതനം നൽകിയായിരുന്നു ഇവരെ കൊണ്ട് കൂടുതൽ സമയം ജോലി ചെയ്യിച്ചിരുന്നത്. മറ്റൊരു തൊഴിലാളി പറഞ്ഞത് ഒരു ദിവസം 11 മണിക്കൂർ വരെ താൻ പാത്രം കഴുകുന്ന ജോലി ചെയ്യാറുണ്ട് എന്നതായിരുന്നു. ആഴ്ചയിൽ 6 ദിവസം ജോലി ചെയ്താൽ ലഭിക്കുന്നത് 400 പൗണ്ട് മാത്രവും. കേരളത്തിലെ ചൂടേറിയ വേനൽക്കാലത്തെ അനുസ്മരിപ്പിച്ച് ബ്രിട്ടനും ചുട്ടുപൊള്ളുന്നു. ബ്രിട്ടീഷുകാർ ഇന്നലെ അനുഭവിച്ചത് ഈ വർഷത്തെ ഏറ്റവും ചൂടേറിയ ദിനമാണ്.
രാജ്യത്തിന്റെ പല ഭാഗത്തും ഉച്ചയോടെ താപനില 33 ഡിഗ്രിക്ക് മുകളിലെത്തി. കേംബ്രിഡ്ജിൽ രേഖപ്പെടുത്തിയത് 34.8 ഡിഗ്രി താപനിലയാണ്. സെൻട്രൽ ഇംഗ്ലണ്ടിലും സൗത്ത് ഇംഗ്ലണ്ടിലുമാണ് ചൂടിൽ ജനങ്ങൾ ഏറ്റവും അധികം വലഞ്ഞത്. രാജ്യത്തിന്റെ വടക്കൻ മേഖലയിൽ രാവിലെ ലഭിച്ച ചാറ്റൽ മഴയും വൈകിട്ട് ഇടിയോടുകൂടി എത്തിയ മഴയും ആശ്വാസമായി മാറി. ഇംഗ്ലണ്ടിൽ പലയിടത്തും യെല്ലോ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചാണ് അധികൃതർ ചൂടിനെ നേരിടാൻ തയ്യാറാകണമെന്ന് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയത്. ഈ ജാഗ്രതാ നിർദ്ദേശം ബുധനാഴ്ച വരെ തുടരും. ലണ്ടൻ നഗരത്തിൽ എല്ലായിടത്തും 30 ഡിഗ്രിക്ക് മുകളിലായിരുന്നു ഇന്നലെ താപനില. ഇതിനു മുമ്പ് ഈ വർഷം ഏറ്റവും ഉയർന്ന ചൂട് അനുഭവപ്പെട്ടത് ജൂലൈ 30-നായിരുന്നു, 32 ഡിഗ്രി. ഇനി നാട്ടിലെ വാർത്തകൾ. തിരുവനന്തപുരത്ത് 3 പ്രദേശങ്ങളിൽ അമീബിക് മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. കുളം, തോട് തുടങ്ങിയ ജലാശയങ്ങളിൽ കുളിച്ചവർക്ക് രോഗലക്ഷണങ്ങൾ കണ്ടാൽ അക്കാര്യം പറഞ്ഞ് ചികിത്സ തേടണമെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. ഇത്തരം ജലവുമായി ഏതെങ്കിലും രീതിയിൽ സമ്പർക്കമുണ്ടായിട്ടുള്ളവർക്ക് തീവ്രമായ തലവേദന, പനി, ഓക്കാനം, ഛർദി, കഴുത്ത് തിരിക്കാനുള്ള ബുദ്ധിമുട്ട് തുടങ്ങിയ രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടനടി അക്കാര്യം പറഞ്ഞ് ചികിത്സ തേടേണ്ടതാണ്. 97% മരണനിരക്കുള്ള രോഗമായതിനാൽ ആരംഭത്തിൽ തന്നെ രോഗം കണ്ടെത്തി ചികിത്സിക്കുന്നത് പ്രധാനമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് രോഗമുക്തി കൈവരിച്ചിട്ടുള്ളത് ലോകത്ത് തന്നെ ആകെ 11 പേർ മാത്രമാണ്. കേരളത്തിൽ 2 പേരാണ് ഇതുവരെ രോഗമുക്തി നേടിയത്. മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്നവർക്ക് മെഡിക്കൽ ബോർഡിന്റെ ഏകോപനത്തിൽ ഫലപ്രദമായ ചികിത്സ ഉറപ്പുവരുത്തിയതായും മന്ത്രി വ്യക്തമാക്കി. ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനെ 1 മാസം കഴിഞ്ഞിട്ടും കണ്ടെത്താൻ കഴിയാതെ തിരച്ചിൽ അനിശ്ചിതമായി വൈകുന്നതിൽ ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി അർജുന്റെ കുടുംബം. 2 ദിവസത്തിനുള്ളിൽ തെരച്ചിൽ വീണ്ടും ആരംഭിച്ചില്ലെങ്കിൽ അർജുന്റെ കുടുംബം ഒന്നടങ്കം ഷിരൂരിലെത്തിയ പ്രതിഷേധം ആരംഭിക്കുമെന്ന് അർജുന്റെ സഹോദരി ഭർത്താവ് മാധ്യമങ്ങളോട് പറഞ്ഞു. ഇന്ന് വൈകിട്ട് താൻ ഷിരൂരിലേക്ക് പോവുകയാണെന്നും കളക്ടറെയും MLAയും കാണുമെന്നും ജിതിൻ പറഞ്ഞു. ഇനിയും ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടായില്ലെങ്കിൽ അർജുന്റെ ഭാര്യയും അമ്മയെയും മറ്റു കുടുംബാംഗങ്ങളെയും കൂട്ടി ഷിരൂരിലേക്ക് പോകാനാണ് തീരുമാനം. ഇനിയും ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടായിട്ടില്ല എങ്കിൽ അർജുന്റെ ഭാര്യയും അമ്മയെയും മറ്റു കുടുംബാംഗങ്ങളെയും കൂട്ടി ഷിരൂരിലേക്ക് പോകാനാണ് തീരുമാനമെന്നും ജിതിൻ പറഞ്ഞു. ഇനി സ്പോർട്സ് വാർത്തകൾ. സായ് സ്റ്റേഡിയത്തിൽ നടന്ന 133ാമത് ഡ്യൂറൻ കപ്പിന്റെ ഗ്രൂപ്പ് ഇയിൽ നോക്കൌട്ട് സാധ്യത നിലനിർത്താൻ ബോഡോലാൻഡ് FC 7 ഗോളുകളുടെ തില്ലറിൽ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് FTയെ പരാജയപ്പെടുത്തി. 3-നെതിരെ 4 ഗോളുകൾക്കാണ് വിജയം. ആതിഥേയർക്കായി മീറ്റിംഗ് ജുമറി, ഷിബ്ര നർസാരി എന്നിവർ ഇരട്ട ഗോൾ നേടിയപ്പോൾ ജംഗ്ല ബ്രഹ്മ ഇരട്ട ഗോളുകൾ നേടി. കിഷോരി 2 ഗോളുകൾ നേടിയപ്പോൾ ആസിഫ് ഖാനും BSFകാർക്കായി ലക്ഷ്യം കണ്ടു. ബോഡോലാൻഡ് തങ്ങളുടെ ഗ്രൂപ്പ് ഘട്ട ക്യാമ്പയിൻ 6 പോയിന്റുമായി പൂർത്തിയാക്കി. ഇതുവരെ 3 മത്സരങ്ങളും പരാജയപ്പെട്ട BSF FTക്ക് പോയിന്റ് രേഖപ്പെടുത്താൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 21-ന് റാവൽപിണ്ടിയിൽ ആരംഭിക്കുന്ന 2 മത്സരങ്ങളുള്ള ടെസ്റ്റ് പരമ്പരകൾക്കായി ബംഗ്ലാദേശ് ക്രിക്കറ്റ് ടീം കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിലേക്ക് പുറപ്പെട്ടു. ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ് ഞായറാഴ്ച പാകിസ്ഥാനിലേക്കുള്ള പേസ് സ്ക്വാഡിനെ പ്രഖ്യാപിച്ചു. മുഷ്ഫീഖുർ റഹീം, തസ്കിൻ അഹമ്മദ്, ഷാഹിബ് അൽ ഹസൻ ടീമിലേക്ക് മടങ്ങി. അതേസമയം മാർച്ച് ശ്രീലങ്കയ്ക്കെതിരെ അവസാനമായി കളിച്ച ഷഹാദത്ത് ഹുസൈനെ ടീമിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 107.43 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.